അമ്മയ്ക്കും ലൈക്കും ഒന്നും ഞാൻ തിരിച്ച് എവിക്റ്റായി തിരിച്ചെത്തിയപ്പോൾ അമ്മ ചോദിച്ചു എന്തിനാ ഇത്ര പെട്ടെന്ന് പോകുന്ന അവിടുത്തെ പോരെ. അവർക്കൊന്നും യാതൊരു ടെൻഷനും ഇല്ല. ചേച്ചിക്ക് ടെൻഷൻ വന്നിട്ട് അവിടെ എത്തി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് സെറ്റായ അല്ലേ? ഞാൻ അവിടെ എത്തിയിട്ടും ഈ പറയുന്ന പോലെ ഞാൻ വിചാരിച്ചത് കുറച്ചും കൂടെ എനിക്ക് അവിടെ വരുമ്പം സെറീന എനിക്ക് ആരെയും പരിചയമില്ലല്ലോ, എനിക്ക് ഷീച്ചേട്ടനെ മാത്രമേ പരിചയമുള്ളൂ. അപ്പം ഞാൻ കുറച്ചും കൂടെ വിചാരിച്ചു കുറച്ചും കൂടെ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും, അറിയുന്നവരുണ്ടാവും. അന്ന് അനുചേച്ചിയൊക്കെ വന്നപ്പോഴത്തേന് ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നല്ലോ. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു. അപ്പോൾ വന്നപ്പോൾ എല്ലാ പുതിയ ആൾക്കാർ, സെറീന, ശോഭ, അങ്ങനെ എല്ലാം. അഖിലേട്ടനൊന്നും ഞാൻ അവിടെ നിന്നാണ് എനിക്ക് അഖിലേട്ടനൊക്കെ അറിയുന്നത്. ഞാൻ ഒന്നാമത് ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവേ അല്ല. അപ്പം എനിക്ക് ജുനൈസിനെ ആരെയും അറിയില്ല. അപ്പം അതിൻ്റെ ഒരു വെപ്രാളവും വേവലാതിയൊക്കെ ആയിരുന്നു. ദൈവമേ എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ ഒരു കട്ട ടാസ്കില് ഒന്നും ചേച്ചിക്ക് സംഭവിക്കുന്നില്ല, ഞാനും ചേച്ചി അപ്പുറത്തിപ്പുറം നിൽക്കുക. അവിടെ അടി നടക്കുന്നതിന് ഇവിടെ ഒരാൾ കരയുമോ? എന്തിനാടി അവിടെ അടി ഉണ്ടാക്കുന്നത്? ഓർമ്മയില്ല. പട്ടുക്ക് വീണു പറ്റി ഞാൻ തന്നെ പിള്ളേരെ പോലെ എണീറ്റിരുന്ന് കരയാ, എൻ്റെ അമ്മജി. അയ്യോ ഞാനിടയ്ക്കിരുന്ന് ആലോചിക്കും ദൈവമേ ഭയങ്കര എനിക്ക് കേറിയപ്പോ മുതലേ ടെൻഷനായിരുന്നേ. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ടൊരു വരവുണ്ടായിരുന്നു, കട്ടെടുത്തോണ്ട് ഞാൻ തന്നെ വീട് ഞാൻ തന്നെ ഇരുന്ന് കരയും. എന്നിട്ട് അവരെല്ലാം എന്റെ ആദ്യത്തെ വീക്കിലെ ആദ്യത്തെ ടാസ്ക് ആയിരുന്നു എന്റെ പല്ല് പൊട്ടി. ദൈവമേ ബൂട്ടി കൂനെന്ന് ലാസ്റ്റ് ഇറങ്ങുമ്പോ കൂന് മാത്രം. അയ്യോ എനിക്ക് ഭയങ്കര ഒരു ജേർണി ആയിരുന്നു. പക്ഷെ കുറെ ടേക്ക് അവേ ഉണ്ടായിരുന്നു. സത്യം അല്ലേ? ആ ഒരു സീസണിൽ നിന്ന്, ആ ഒരു 100 ഡേയ്സിൽ നിന്ന്, അല്ലെങ്കിൽ ചിലവർക്ക് 56 ദിവസത്തേന്ന്. ഞാനൊക്കെ പെട്ടിന്ന് നോക്കിയേക്കുന്ന. അയ്യോ തിരിച്ചു വന്നപ്പോഴത്തേനാണ് ചേച്ചി പറഞ്ഞത് എനിക്കിപ്പൊ പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എങ്ങനെയാ. അയ്യോ ഞാന് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ലാലേട്ടനെ അവതരിപ്പിക്കുന്ന എന്താ ഷോ എന്നും പറഞ്ഞോണ്ട് വന്ന് ഞാൻ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. എന്താ പാറ്റേൺ എന്താന്നൊന്നും അറിയില്ല. വെറുതെ അങ്ങ് പെട്ടിന്ന് നോക്കി അങ്ങ് വന്നു. പിന്നെയാണ് എന്നോട് പുറത്തിറങ്ങിയിട്ട് തലക്കിട്ട് ഇടി മണ്ടി എന്നെ ഒരു ഗെയിമുണ്ട്, നീ അവിടെ കുത്തിരുന്ന് നിന്റെ കഥ പറഞ്ഞോണ്ട് കാര്യമില്ല, അതിനുള്ളിലൊരു ഗെയിമുണ്ട്, അതൊക്കെ നോക്കണം. എവിൻ ചേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്റെ ദൈവം ഇങ്ങനത്തെ ഒരു മനുഷ്യനെ ലൈഫില് ചേച്ചി ഹൗസ് വെച്ച് നമ്മള് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും. എവിൻ ചേട്ടന്റെ കാര്യം ഇങ്ങനെ പറയും. അല്ല അന്ന് എന്നോട് പറഞ്ഞില്ലേ ഇങ്ങനെ മിഥുന്റെ അല്ലെങ്കിലൊക്കെ ഇത് വരുമ്പോ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇങ്ങനെയാണ് എല്ലാവരുടെ അടുത്തും ഇങ്ങനെ സംസാരിക്കും, ആണുങ്ങളെന്നോ പെണ്ണുങ്ങളെന്നോ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഭയങ്കര അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നല്ലേ? ഞാനപ്പോ ചേച്ചിയോട് ചോദിച്ചായിരുന്നു, പേഴ്സണലി ഇരുന്നും ചോദിച്ചായിരുന്നു, എവിൻ ചേട്ടനെ നിനക്ക് അറിയത്തില്ലാത്തോണ്ടാണ് നീ പുറത്തിറങ്ങിയിട്ട് നമുക്ക് ഒരുമിച്ച് കൂടാന്ന് പറഞ്ഞിട്ട്. എവിനും സെറീനയും കൂടെ കണ്ടപ്പോ മറ്റേ അക്കുത്തിക്കോ നമ്മൾ ആക്ച്വലി അത് കളിച്ചു.